Good afternoon, teacher. Good afternoon. Good evening, miss. Good evening, miss. Good evening. This is Surayo. How are you? I am fine. Take your Hindi textbook. We have a lesson. രണ്ടാമത്തെ lesson. നമുക്ക് വേഗം നോക്കാം. പറയുമ്പോൾ വർക്കുകളൊക്കെ എഴുതി അയച്ചാൽ മതി. ഹന്ന റോസിന്റെ വീട് എവിടെയാണ് ഹന്ന? എന്റെ വീട് കരിക്കരയല്ല മിസ്സേ. ഇപ്പൊ ഞാൻ എന്റെ അമ്മ വീട്ടില. എവിടെയാ സ്വന്തം വീട്? കരിയക്കര പുളിങ്ങോം കഴിഞ്ഞിട്ട്. ഓക്കെ, എല്ലാവരും റെഡി ആയി വന്നേ, വേഗം വന്നേ. വീഡിയോ ഓൺ ആക്കി ഒന്ന്. മിസ് പ്രസന്റ് ടൈപ്പ് ചെയ്തിട്ടേ. ഓക്കെ, പ്രസന്റ് ടൈപ്പ് ചെയ്തോളൂ. മുഹമ്മദേ വീഡിയോ ഓൺ ചെയ്തേ. Are you ready? മിസ്സേ പ്രസന്റ് ഇട്ട്. ഓക്കെ. പേജ് നമ്പർ 5 എടുത്തോളൂ. പേജ് നമ്പർ 5 രണ്ടാമത്തെ ലെസൺ എടുത്തു നോക്ക്. മിസ്സേ ഫസ്റ്റ് ലെസണിന്റെ ആക്ടിവിറ്റീസ് കുറച്ചും കൂടി തരാനില്ല. ഉണ്ടല്ലേ? അതൊന്ന് മിസ് ഒന്നും കൂടി അയച്ചുതരാം. നിങ്ങൾ അതനുസരിച്ച് നോട്ട് എഴുതിയാൽ മതി കേട്ടോ. കുറച്ചധികം വർക്ക് ഒരുമിച്ച് തരാം. അതിന്റെ ഇതിന്റെയും കൂടി അയച്ചുതരാം. മിസ്സേ കോവിഡ് പിടിച്ചിട്ട് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. ഒരു വകയായി. ഞങ്ങളെല്ലാവർക്കും ഇതേ അവസ്ഥയായിരുന്നു, അതാ ചോദിച്ചത്. ഇപ്പൊ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങൾ തീർന്നോ? കുഴപ്പമില്ല. ഇപ്പം ഇടയ്ക്കൊക്കെ പോകുന്ന എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തൊക്കെ കിതയ്ക്കാറുണ്ട്, അല്ലാതെ കുഴപ്പമില്ല. അത് തന്നെയാണ് പ്രശ്നം. ശ്വാസം മുട്ടുകളൊക്കെ വരുന്നത്. ഇപ്പൊ ഞാനിങ്ങനെ എന്താ പറയണ്ടേ, ക്ലാസ് കഴിഞ്ഞിട്ട് വേണം ഒന്ന് കിടന്ന് എന്താ പറയണ്ടേ റെസ്റ്റ് എടുക്കാൻ. അത്രയും വയ്യാതെ ശ്വാസം മുട്ട്, കിതപ്പ് ഇതെല്ലാം വരുന്നുണ്ട്. ബാക്കിയുള്ളവർക്ക് ആർക്കും കൊറോണ വരാതിരിക്കട്ടെ, അങ്ങനെ പ്രാർത്ഥിക്കാം അല്ലേ ജോസി? നമുക്കോ വന്നു. അതന്നെ. അപ്പോ പേജ് നമ്പർ 5 കേരള രാജകുമാർ, പ്രിൻസ് ഓഫ് കേരള. രണ്ടാമത്തെ ലെസൺ എല്ലാവരും എടുത്തു വെച്ചേ. കേരള രാജകുമാർ, പ്രിൻസ് ഓഫ് കേരള. ഇനി മുഹമ്മദ് വീഡിയോ ഓഫ് ചെയ്ത് കേട്ടോ. ക്ലാസ് കഴിഞ്ഞവരെ വീഡിയോ ഓഫ് ചെയ്യാതെ. മുഹമ്മദ് കെ ഒരു സ്ഥലത്ത് ഇരിക്കുക. മിസ് വായിക്കുന്നത് കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക. നമ്മൾ പുറകിലാ ഉള്ളത്, നമുക്ക് കുറച്ച് സ്പീഡിൽ പോകേണ്ടി വരും. സ്പീഡിൽ പറഞ്ഞാൽ പാഠം കൃത്യമായി മനസ്സിലാക്കി തരും. വർക്കുകൾ നിങ്ങൾ കുറച്ച് ഒരുമിച്ച് എഴുതേണ്ടി വരും മാത്രം. കുറച്ചല്ല, കുറച്ചധികം എഴുതേണ്ടി വരും. ओके, पाठ का परिचय। हम लोक कथा में राजवर्मन की उदारता, प्रजा के प्रति प्रेम, उनके पुत्र रविवर्मन का मनमाना व्यवहार तथा अंत में राजकुमार के विवेक का वर्णन है. ഈ കഥയിലെ ഈ പ്രിൻസ് ഓഫ് കേരള അല്ലെങ്കിൽ കേരള രാജകുമാർ എന്ന കഥയിലെ രാജവർമ്മന്റെ ദയ, മനസ്സ്, പിന്നെ അതുപോലെ പ്രജകളോടുള്ള സ്നേഹം, അതേപോലെ നേരെ തിരിച്ച് അദ്ദേഹത്തിന്റെ മകൻ രവിവർമ്മനെ ഉണ്ടാകുന്ന പെരുമാറ്റ വ്യത്യാസം, പിന്നെ രാജകുമാരന് ഉണ്ടാകുന്ന തിരിച്ചറിവ്, ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ കൊടുത്തിരിക്കുന്നത്. പാഠക ഉദ്ദേശം, ഈ പാഠം തന്നിരിക്കുന്ന ലക്ഷ്യം എന്താണ്? അവണി, ഗുഡ് ഈവനിങ്. गुड इवनिंग. सद्गुणों का महत्व समझाना तथा देश प्रेम की भावना जागृत करना.
എന്താണ് ഈ പാഠത്തിന്റെ ഉദ്ദേശം എന്നറിയോ? സദ്ഗുണോക്ക മഹത്വ സമജാന. സദ്ഗുണങ്ങളുടെ മഹത്വം മനസ്സിലാക്കണം. സദ്ഗുണങ്ങൾ പറഞ്ഞാൽ നല്ല ഗുണങ്ങളുടെ മഹത്വം മനസ്സിലാക്കുക, തിരിച്ചറിയുക. പിന്നെ രാജ്യത്തിനോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുക മുതലായവയാണ് ഈ പാഠഭാഗത്തിന്റെ ലക്ഷ്യം. ഓക്കെ, മനസ്സിലായല്ലോ? അത്രയും മനസ്സിലായല്ലോ? ശരി. അപ്പൊ ഇനി ബാക്കിയുള്ളത് പാഠഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. ആവണി വീഡിയോ ഓൺ ആക്കുമ്പോളെ മിസ് പാഠം വായിക്കാണ്, ശ്രദ്ധിക്കണേ. രാജാ രാജവർമ്മൻ കെ രാജ്യ കേരള में प्रजा सुखी और संपन्न थी. രാജാ രാജവർമ്മൻ കേരളത്തിലെ രാജാവാണ്. അതേപോലെ തന്നെ അദ്ദേഹം എന്താണ്? പ്രജകളുടെ സുഖദുഃഖങ്ങൾ അന്വേഷിക്കുന്ന ആളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രജകളെ, അതായത് സുഖത്തില് എല്ലാവരും സുഖികളാന്ന് പറഞ്ഞാൽ എന്താണ്? എല്ലാവരും സുഖത്തിലാണ്, ആർക്കും ദുഃഖമൊന്നുമില്ല. പിന്നെ സമ്പന്നം ആരാണ്? ആരും പാവങ്ങളൊന്നുമില്ല, ദാരിദ്ര്യമൊന്നും ആർക്കില്ല. രാജ്യമേ ധനധാന്യ ഔർ ഖുശ്ഹാലി थी. രാജ്യത്ത് മുഴുവനും ധനം, സമ്പത്ത്, ധാന്യങ്ങൾ ഒക്കെ നിറയെ ഉണ്ട്. दयालु राजा राजवर्मन अपनी संतान के समान प्रजा की देखभाल करते थे. ദയാലുവായ രാജാവ് രാജവർമ്മൻ തന്റെ മക്കളെ നോക്കുന്നത് പോലെയാണ് പ്രജകളെ നോക്കുന്നത്. പ്രജ പരിശ്രമി ഈമാൻദാർ ഔർ രാജാ കാ ആദർ കർത്തി थी. പ്രജകളാണെങ്കിൽ അതേപോലെ തന്നെ തിരിച്ചും നന്നായിട്ട് കഠിനാധ്വാനം ചെയ്യുന്നവര്, പരിശ്രമികളാണ്, വിശ്വസ്തരാണ്. അതുപോലെ രാജാവ് പറഞ്ഞത് കൃത്യമായി ബഹുമാനിക്കുന്നവരുമാണ്, എന്ത് പറഞ്ഞതും അനുസരിക്കും. രാജവർമ്മൻ के राज्य में വ്യാപാരി दूर दूर से व्यापार करने आते थे. ആ രാജ്യത്തിലെ വ്യാപാരികൾ ദൂര സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് കച്ചവടം ചെയ്യുമായിരുന്നു. गरम मसाले और इमारती लकड़ी के बदले व्यापारी सोने चांदी से भरे दायरे दे जाते थे. മസാലകള്, പൊടികൾ കൊണ്ട് വിൽക്കും. പിന്നെ അതുപോലെ വിറകുകള്, മരം, അതൊക്കെ കൊണ്ട് വിറ്റിട്ട് അവരെന്ത് ചെയ്യും? അതിനു പകരം വ്യാപാരികൾ തിരിച്ചു വരുമ്പോഴ് വെള്ളി, സ്വർണം മുതലായവ ഒക്കെ സഞ്ചിയിൽ നിറയെ വാങ്ങിയിട്ട് വരും ആ പൈസ. രാജ്യക്ക് ആംദനി ദിനോദിൻ ബഡ് രഹി थी. അങ്ങനെ രാജ്യത്ത് വരുമാനം ദിവസം കഴിയുന്തോറും വർദ്ധിച്ചു വരുന്നു. രാജാക്ക ഏക് ഹി ബേട്ടാ താ രവിവർമ്മൻ. രാജാവിന്റെ ഒരു മകൻ ഉണ്ടായിരുന്നു രാജാവിന്, അതിന്റെ പേരാണ് രവിവർമ്മൻ. സേവകോं के लाड प्यार ने उसे स्वार्थी और अहंकारी बना दिया था. സേവകരുടെ സ്നേഹം കൊണ്ട്, ഓമനത്വം കൊണ്ട്, അതായത് അവരെ അങ്ങനെ സ്നേഹിച്ചു വളർത്തുമല്ലോ മകനെ, അതുകൊണ്ട് അവന് കുറച്ച് അഹങ്കാരം കൂടി, കുറച്ച് സ്വാർത്ഥനാണ് അവൻ, അത്യാഗ്രഹമാണ് അവൻ. राजा ने पुत्र रविवर्मन को जिम्मेदार बनाने की भरसक कोशिश की, किंतु उसे तो राजगा से जैसे कोई लेना देना ही नहीं था. രാജാവ് തന്റെ പുത്രനെ അല്പം എന്താണ് പല കാര്യങ്ങളും, അതായത് ഏൽപ്പിക്കേണ്ടത് അല്ലെ, ഇനി ഭരണം അദ്ദേഹത്തിന് കൈമാറുന്നതാണ്. അപ്പോ അതിന് ഉത്തരവാദിത്വം കുറെ ഏൽപ്പിച്ചു നോക്കി, പക്ഷേ ഒന്നും സാധിച്ചില്ല. राजवर्मन को केवल एक ही चिंता दिन रात सताती थी कि उनके बाद उनके राज्य और प्रजा का क्या होगा. समय व्यतीत हो रहा था, किंतु रविवर्मन को अपनी जिम्मेदारी का एहसास तक नहीं हुआ था. അപ്പൊ രാജാവ് ചിന്തിക്കാൻ തുടങ്ങി, ഇനി ഞാൻ മരിച്ചു കഴിഞ്ഞാൽ, രാവും പകലും ഇപ്പൊ അദ്ദേഹം ചിന്തിക്കുന്ന എന്താണ്? ഞാൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ എന്റെ പ്രജകളുടെ അവസ്ഥ എന്തായിരിക്കും? ഞാൻ എന്റെ ഈ ഉത്തരവാദിത്വം ആരെയാണ് ഏൽപ്പിക്കേണ്ടത് എന്നൊക്കെ. നെക്സ്റ്റ് പേജിലെ പേജ് നമ്പർ 6. इसी चिंता में लंबे समय तक बीमार रहने के बाद राजा राजवर्मन चल बसे. ഈ ചിന്തിക്കുന്നതിനിടയിൽ പെട്ടെന്ന് അദ്ദേഹത്തിന് അസുഖം പിടിക്കുകയും കുറെ നാൾ കിടപ്പിലായി. പിന്നീട് പെട്ടെന്ന് രാജവർമ്മൻ ചൽ ബസെ പറഞ്ഞാൽ മരിച്ചുപോയി. രാജകുമാർ രവിവർമ്മൻ സിംഹാസൻ പർ ബൈഠ. അങ്ങനെ പുത്രൻ രവിവർമ്മൻ സിംഹാസനത്തിൽ കയറിയിരുന്നു. യോഗ്യ മന്ത്രിയോ को राजदरबार से निकालकर स्वार्थी मित्रों को महत्वपूर्ण पदों पर नियुक्त कर दिया. യോഗ്യരായ
മന്ത്രിമാരെ ആ കൊട്ടാരത്തിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് പകരം അവന്റെ സുഹൃത്തുക്കളായ സ്വാർത്ഥികളായവരെ സുഹൃത്തുക്കളെ പിടിച്ച് ആ പദവി നൽകി, മന്ത്രിസ്ഥാനം നൽകി. अब राजकुमार रविवर्मन अनुभवहीन और मूर्ख मित्रों की सलाह पर राज्य का संचालन करता. ഇപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നത്? തന്റെ സുഹൃത്തുക്കള്, വിഡ്ഢികളായ സുഹൃത്തുക്കള് പറയുന്നതനുസരിച്ചാണ് അദ്ദേഹം മുന്നോട്ട് ഭരിച്ചുകൊണ്ടിരുന്നത്. ആ സിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ഭരിക്കുന്നത് എങ്ങനെയാണ്? വിഡ്ഢികളായ സുഹൃത്തുക്കള്, സ്വാർത്ഥികളായ അത്യാഗ്രഹം മൂത്ത സുഹൃത്തുക്കള് പറഞ്ഞതനുസരിച്ചായിരുന്നു ഭരണം. അത്രയും മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഓക്കെ, ആവണി മനസ്സിലായിട്ടേ മോളെ? ആവണിയേ, धीरे धीरे राजकोष खाली होने पर रविवर्मा का प्रजा पर नए नए कर लगा दिए. പെട്ടെന്ന് രാജ കൊട്ടാരത്തിലെ എല്ലാ ധനം സമ്പത്തുകള് കുറഞ്ഞു വന്നു, അതായത് കാലിയായി മാറി, തീർന്നു. അപ്പൊ ആ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്തു? പ്രജകളോട് നികുതി, കരം എന്ന് പറയും. കരം മീൻസ് നികുതി ചുമത്തല്, നികുതിയായിട്ട് പലതും പിടിച്ചെടുക്കല്, അങ്ങനെ ചെയ്തു. അറബി വ്യാപാരിയും സെ അഗ്രിം ധൻ സെ ലിയ. അറബികളോട്, അറബികളായ കച്ചവടക്കാരോട് ഒരുപാട് പണം വാങ്ങി. व्यापारियों को अग्रिम धन के बदले सामान न मिलने पर उन्होंने राज्य को त्यागने का निश्चय किया. ആ വ്യാപാരികളോട് ഒരുപാട് പണം വാങ്ങിയപ്പോൾ തിരിച്ചു കൊടുക്കാനൊന്നുമില്ല. അപ്പൊ അദ്ദേഹത്തിന് രാജ്യം തന്നെ ഒഴിവാക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ വന്നു. തിരിച്ചു കൊടുക്കേണ്ട എന്തെങ്കിലും. പ്രജാക്ക ദുഃഖ ദർദ് സുന്നേവാല കോയി നിഹീം ഥാ. ആ വേദന നിറഞ്ഞ പ്രജകളുടെ ആ വേദന, സങ്കടം ആരും മനസ്സിലാക്കിയില്ല. അവന്റെ അച്ഛനുണ്ടാവുമ്പോ അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. എല്ലാവരും സുഖികളായിരുന്നു അല്ലെ, എല്ലാവരും സന്തോഷത്തിലേ ജീവിക്കുന്നവരായിരുന്നു, എല്ലാവർക്കും നല്ല പോലെ സ്വത്ത് സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു. അറബ് വ്യാപാരി अमावस्या का रात अपने जहाज लेकर राज्य छोड़कर जाने लगे. पहरेदार ने जब इसकी सूचना राजा को दी तो उन्हें विश्वास नहीं हुआ. അറബ് വ്യാപാരികൾ അമാവാസി ദിവസം എന്ത് ചെയ്തു? കപ്പല് എടുത്ത് സ്ഥലം വിട്ടു. പഹരദാരിനെ ജബി, അതായത് കാവൽക്കാർ ഇത് രാജാവിനോട് വന്ന് പറഞ്ഞു. तो उन्हें विश्वास नहीं हुआ. പക്ഷെ അദ്ദേഹത്തിന് വിശ്വാസം വന്നില്ല. अब रविवर्मन ने मुसीबत से निकलने के लिए पिता के योग मंत्रियों को बुलावा भेजा. അപ്പൊ ആകെ വിഷമത്തിലായി, കഷ്ടപ്പാടിലായി. അപ്പൊ എന്ത് ചെയ്തു അദ്ദേഹം തോന്നി എന്ന് അച്ഛന്റെ കൂടെ ഉണ്ടായിരുന്ന മന്ത്രിമാരെ വിളിപ്പിക്കാം, ഇതിന്റെ കാരണമൊക്കെ അന്വേഷിക്കാന്ന് കരുതിയിട്ട് അവരെ വിളിപ്പിച്ചു. വേ അപ്പനെ അപമാൻ സേ ദുഃഖി ഥേ ഇസ്ലിയേ നഹീമായ. അവരാണെങ്കിൽ അപമാനം കൊണ്ട്, അതായത് എങ്ങനെ ഇനി നാട്ടുകാരുടെ മുഖത്ത് നോക്കും, ഇത്രയും നാൾ നല്ലതായിട്ട് ഉണ്ടായതല്ലേ, അപ്പൊ ഇതൊരു അപമാനമായി മാറിയല്ലോ എന്ന് കരുതി അവരാരും ഈ വിളിച്ചെടുത്തേക്ക് വന്നില്ല. वे अपने अपमान से दुखी थे इसलिए नहीं आए. राजा को अपनी गलती का एहसास होया. അപ്പോഴാണ് രാജാവൻ തന്റെ തെറ്റ് തിരിച്ചറിഞ്ഞത്. ഉസേ അപ്പനെ പിതാ കി ബാതേ യാദ് ആയി. രാജാവ്, പുത്രൻ എന്ത് ചെയ്തു? തന്റെ പിതാവിന്റെ, അച്ഛന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുത്തു. ഉസ്കി ആംഖേൻ ഖുൽ ഗയി थी. അവന്റെ കണ്ണുകൾ തുറന്നു. രവിവർമ്മനെ മിത്രോം കോ പദ് സേ ഹട്ടാ ദിയ. അന്ന് തന്നെ രവിവർമ്മൻ എന്ത് ചെയ്തു? തന്റെ സ്വാർത്ഥികളായ അഹങ്കാരം മൂത്ത നമ്മുടെ സുഹൃത്തുക്കളെ ആ പദവിയിൽ നിന്ന് മാറ്റി. മന്ത്രി പദവിയിലല്ല അവരിലുള്ളത്, അവരെയൊക്കെ ആ പദവിയിൽ നിന്ന് മാറ്റിക്കളഞ്ഞു. രവിവർമ്മൻ ഉദാസ് അവർ പരേശാൻ. രവിവർമ്മൻ ആകെ വിഷമായി, ടെൻഷനായി. ഇനി എന്ത് ചെയ്യും? ആകെ കടത്തിലാണ് ഇപ്പൊ മുന്നോട്ട് പോകുന്നത്. उसने धन की देवी लक्ष्मी की प्रतिष्ठा में बनवाए गए मंदिर में जाकर प्रार्थना करने का विचार किया. അങ്ങനെ നമ്മള് ഹിന്ദുക്കൾ എന്ത് ചെയ്യും? ഈ ധനത്തിന്റെ ലക്ഷ്മിയായിട്ട്, സമ്പത്തിന്റെ ലക്ഷ്മി ദേവതയെ നമ്മൾ ആരെയാണ്? ലക്ഷ്മി ദേവതയെ പൂജിക്കാറുണ്ട്. അപ്പൊ അങ്ങനെ ആ ലക്ഷ്മി ദേവിയുടെ പ്രതിഷ്ഠയുള്ള സ്ഥലത്ത് പോയിട്ട് പൂജ ചെയ്യാൻ വേണ്ടി, പ്രാർത്ഥിക്കാൻ വേണ്ടി അദ്ദേഹം തീരുമാനമെടുത്തു. पेज नंबर 7. स्नान करके देवी के दर्शन के विचार से जैसे ही रविवर्मन समुद्र की ओर बढ़ा, उसे लगा जैसे सीढ़ियों में कोई बैठा है.
കുളിച്ചിട്ട് ദേവിയെ അതായത് തൊഴാം എന്ന വിചാരത്തില് അദ്ദേഹം എന്ത് ചെയ്തു? കടലിന് നേരെ നടന്നു. ഉസേ ലഗാ ജൈസേ സീഡിയോ മേ കോയി ബൈഠാ ഹെ. അപ്പൊ അയാൾക്ക് തോന്നി അതിന്റെ സ്റ്റെപ്പില് അവിടെ ഒരു ആള് ഇരിക്കുന്നതായി തോന്നി. ഉസ്നെ പൂച്ച കോൻ ഹേ വഹാ. ഇപ്പൊ രാജാവ് ഈ മകൻ പുത്രൻ ചോദിച്ചു ആരാണ് അവിടെ? ഉത്തർ ന മിൽനെ പർ ഉസ്നെ അപ്നാ പ്രശ്ന ദോഹരായ. ഉത്തരം കിട്ടാത്ത മറുപടി കിട്ടാത്തതുകൊണ്ട് വീണ്ടും ആ രാജാവ് രണ്ടാമതും ചോദിച്ചു. മുഹമ്മദ് റുവൈസ് എന്താണ് വായില്? പേനയാണോ? ഉത്തർ മില. അപ്പൊ ഉത്തരം കിട്ടി. എന്താണ്? മേ മേഹ് രാജ്യ ചോടുക്കർ ജാ രഹീഹും. ഞാൻ ഈ രാജ്യം ഉപേക്ഷിച്ചിട്ട് പോകുന്നു. ഉസ്നെ ഫിർ പൂച്ച പർ ക്യോ. എന്തിനാ അങ്ങനെ പോകുന്നത്? ആവാസായി. അപ്പൊ അതിന്റെ സൗണ്ട് വന്നു. മുജെ അബ് ഏക് നഗർ അച്ഛാ നഹി ലഗ്താ. എനിക്ക് ഇപ്പൊ ഈ നഗരം ഇഷ്ടമല്ല. ഈ രാജ്യക്ക രാജ മൂർഖ് ഹെ. ഈ രാജ്യത്തിലെ രാജാവ് വിഡ്ഢിയാണ്. രാജാവിനോട് തന്നെ പറഞ്ഞല്ലേ, ഈ രാജ്യത്തിലെ രാജാവ് ഒരു വിഡ്ഢിയാണ്, അവിടെ ഞാൻ നാട് വിട്ടു പോവേന്ന്. ജബ് ഉസ്കെ മൻ മേ മേരെ ലിയേ കോയി ആദർ നഹി ഹെ തോ മേ യഹാ ക്യോൻ രഹൂം. എന്നെ അദ്ദേഹം ആദരിക്കുന്ന കൂടിയില്ല, അദ്ദേഹത്തിന്റെ മനസ്സിൽ ഞാനില്ല, പിന്നെ എന്തിന് ഞാൻ ഇവിടെ നിൽക്കണം? ആരായിരിക്കും അപ്പൊ അത്? ആരായിരിക്കും അപ്പൊ അത്? എന്നെ ആദരിക്കുകയോ ബഹുമാനിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല, പിന്നെ ഞാൻ എന്തിനു ഇവിടെ നിൽക്കണം? അതുകൊണ്ട് ഞാൻ ഈ രാജ്യത്തിന് പോവുകയാണെന്ന് പറഞ്ഞ ആരായിരിക്കും അത്? രാജാവിന്റെ മകൻ. രാജാവിന്റെ മകനല്ലേ ചോദിക്കുന്ന സ്ത്രീയോട്? ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിയാണത്. ലക്ഷ്മി ദേവി അമ്പലത്തിൽ തന്നെ മതിയാക്കി പോവേന്ന അർത്ഥം. അപ്പൊ രവിവർമ്മൻ സമജ് ഗയാ കി വേ രാജലക്ഷ്മി ഹെ. അപ്പൊ രവിവർമ്മന് മനസ്സിലായി ഇത് ലക്ഷ്മി ദേവിയാണ്. രാജാനെ കഹ രാജ അനുഭവഹീൻ ഔർ നാസ്മജ് ഹെ. അപ്പൊ രാജാവ് മറുപടി പറഞ്ഞു, ശരിയാണ്, രാജാവ് ഒന്നും അറിവില്ലാത്തവനാണ്. राजा के प्रार्थना करने पर भी राजलक्ष्मी ने जब जाने का ही निश्चय कर लिया तो राजा ने हाथ जोड़कर कहा, आप मेरी एक प्रार्थना स्वीकार कीजिए. രാജാവിന്റെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ലക്ഷ്മി ദേവി പോകാനുള്ള പ്ലാൻ ഇട്ടു. അപ്പോഴാണ് രാജാവ് കൈകൂപ്പിക്കൊണ്ട് അവിടെ വന്നിട്ട് പറഞ്ഞു, എന്റെ ഒരു പ്രാർത്ഥന നിങ്ങൾ സ്വീകരിക്കണം. മേ സമുദ്ര മേ സ്നാൻ കർണേ ജാ രഹാ ഹൂം. ഞാനിപ്പോ ഈ സമുദ്രത്തിലെ ആഴത്തിൽ മുങ്ങിപ്പോകാൻ വേണ്ടി പോവുകയാണ്. അമൂല്യ മോത്തിയോ കി മേരി ഈസ് മാലാക്കോ ആപ്പ് മേരെ ലൗട്ട് ആനെ തക് അപ്നെ പാസ് രഖിയേ. അപ്പൊ രാജാവിന്റെ കഴുത്തില് വലിയ വിലമതിക്കാൻ അത്തക്ക അതായത് നല്ല വിലപിടിപ്പുള്ള ഒരു മുത്തിന്റെ മാലയുണ്ടാവും, കണ്ടിട്ടില്ലേ? നല്ല വിലയുണ്ടല്ലേ. അപ്പൊ ഞാനിപ്പോ ആ പുഴയിലെ ആ സമുദ്രത്തിൽ മുങ്ങാൻ വേണ്ടി പോവുകയാണ്. എന്റെ കയ്യിലുള്ള ഈ മാല എന്ത് ചെയ്യണം? അങ്ങിന്റെ കഴുത്തില് സൂക്ഷിച്ചു വെക്കണം. ഞാൻ പോയിട്ട് വന്നിട്ട് എനിക്ക് തന്നാ മതിന്ന് ആ ലക്ഷ്മിയോട് പറഞ്ഞത്. അമൂല്യ മോത്തിയോ കി മേരി സ്മാലാക്കോ ആപ്പ് മേരി ലൗട്ടാനെ തക് അപ്നെ പാസ് രഖിയേ. ഞാൻ തിരിച്ചു വരുന്നവരെ താങ്കളുടെ കയ്യിൽ വെച്ചാലും. ആപ്പ് മേരി പ്രതീക്ഷ കരയെങ്കിന, നിങ്ങൾ എന്നെ കാത്തിരിക്കില്ലെന്ന് ചോദിച്ചു. ദേവിനെ കഹ അവശ്യം, ഞാൻ തീർച്ചയായും കാത്തിരിക്കാന്ന് ദേവി പറഞ്ഞു. രവിവർമ്മൻ ദേവിക്ക് പ്രതി സമ്മാൻ പ്രകട് കർത്തേ ഹുയേ സ്നാൻ കർണേ പാനി മേ മുതർത്താ ഗയാ. അങ്ങനെ രവിവർമ്മൻ ഈ മാല ദേവിക്ക് കൊടുത്തിട്ട് രവിവർമ്മൻ ആ വെള്ളത്തിലേക്ക് മുങ്ങിത്താഴ്ന്നു. ധീരെ ധീരെ സമുദ്രക്ക് ലഹരെ പൂഞ്ചി ഹോത്തി ഗയി. മെല്ലെ മെല്ലെ ആ തിരമാലകൾ ഇങ്ങനെ ഉയർന്നു വരുന്നു. രവിവർമ്മൻ പൂരി തരഹ് പാനിക്ക് അന്തർ ജാ ചുകാ താ. രവിവർമ്മൻ ആണെങ്കിൽ ആ തിരമാലകൾക്ക് ഉള്ളിലൂടെ അങ്ങ് മുങ്ങിത്താഴുകയാണ്. അകലെ പിറ്റേ ദിവസം അറബ് വ്യാപാരിയോ കെ ജഹാസ് സമുദ്രക്കെ കിനാരെ ആനെ ലഗെ. അറബികളുടെ വ്യാപാരികളുടെ കച്ചവടക്കാരുടെ കപ്പല് ഈ കടലിന് തീരത്തേക്ക് വരുന്നുണ്ടായിരുന്നു. अरब व्यापारियों ने बताया कि जितने भी व्यापारी वहां आए उन सबका यही कहना था कि वे स्वयं यहाँ नहीं आए हैं, बल्कि समुद्र की तेज लहरें उन्हें यहाँ ले आई है.
അതായത് അറബ് വ്യാപാരിയോനെ ബതായാക്കി. ഇപ്പൊ അറബ് വ്യാപാരികൾ പറഞ്ഞു जितने भी व्यापारी वहां आए उन सब का यही कहना था कि वे स्वयं यहाँ नहीं आए हैं. അപ്പൊ എത്ര വ്യാപാരികൾ അവിടെ വന്ന് പറഞ്ഞിട്ട് ഇവിടെ അദ്ദേഹം വന്നിട്ടൊന്നും കാണില്ല. ബൽക്കി സമുദ്രക്ക് തേസ് ലഹരയും ഉനേം ഏഹാം ലേ ആയി. ചിലപ്പോ തിരമാലകള് അയാള് മരിച്ചിട്ട് തിരമാലകൾ എന്നാലും വന്നടിച്ചിട്ട് ഇവിടെ കൊണ്ടിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ അയാൾ ശവശരീരം എവിടെയെങ്കിലും എത്തിയിട്ടുണ്ടാവും രാജാവിന്റെ. यहाँ आकर उन्होंने देखा कि राजा के वस्त्र मंदिर की सीढ़ियों पर पड़े थे. അറബ് വ്യാപാരികൾ വരുമ്പോഴേക്കും എന്താ കണ്ടത്? രാജാവിന്റെ വസ്ത്രം ആ കൽപ്പടവിൽ ആ സ്റ്റെപ്പിന്റെ മുകളിൽ നിൽക്കുന്നുണ്ട്. और राजा समुद्र के तट पर अचेत पड़े थे. അതായത് രാജാവാണെങ്കിൽ സമുദ്ര തീരത്ത് ബോധരഹിതനായി കിടക്കുന്നുണ്ട്. രാജാ की मणियों की माला मंदिर की देवी लक्ष्मी के गले में. രാജാവിന്റെ കഴുത്തിലുള്ള ആ മുത്തുമാല ആരുടെ കഴുത്തിലുണ്ട്? ലക്ഷ്മി ദേവിയുടെ കഴുത്തിലും കാണപ്പെടുന്നതായിരുന്നു. മനസ്സിലായോ കഥ? ഹന്ന, കഥ മനസ്സിലായോ? ലാസ്റ്റ് പാരഗ്രാഫ് ഒന്നും കൂടെ പറയാമോ? ലാസ്റ്റ് പാരഗ്രാഫിൽ എന്താണ്? വ്യാപാരികള്, അറബ് വ്യാപാരികള് ഇങ്ങനെ കപ്പലിൽ നിന്ന് ചർച്ച ചെയ്യാണ്. എന്ത്? പിന്നെ അത് ചിലപ്പോ തിരമാലയിൽ ഒന്നിച്ചത് ഒഴുകിപ്പോരുന്ന മരിച്ചിട്ടുണ്ടാവും എന്നുള്ള ധാരണയില്ലേ? എവിടെയെങ്കിലും ഇല്ലെങ്കിൽ തീരത്തേക്ക് കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടാവും എന്നൊക്കെ അഭിപ്രായം പറഞ്ഞു. അവരിറങ്ങി നോക്കുമ്പോ കാണുന്ന എന്താണ്? രാജാവിന്റെ വസ്ത്രങ്ങള് അമ്പലത്തിന്റെ മുന്നിൽ ആ സ്റ്റെപ്പിന്റെ മുകളിൽ വെച്ചിട്ട് കാണുന്നുണ്ട്. രാജാവ് കടൽ തീരത്ത് ബോധരഹിതമായി കിടക്കുന്നത് പോലെ, അത് ബോധരഹിതമായി കിടക്കുന്ന അതിൽ കൊടുത്തിരിക്കുന്നത്. രാജാവിന്റെ മാല, ആ മുത്തുമാല, നല്ല വിലപിടിപ്പുള്ള ആ മാല അമ്പലത്തിനുള്ളിലെ ദേവി ലക്ഷ്മിയുടെ കഴുത്തിലും കാണപ്പെടുന്നുണ്ട്. മനസ്സിലായല്ലോ? ഓക്കെ, ഇനി അതിലെ വാക്കുകൾ പറയാം. ശബ്ദാർത്ഥ്, സമാനാർത്ഥി ശബ്ദ, മുഹാവരം. ഇത് മൂന്നും നോട്ട്ബുക്കിലേക്ക് എഴുതുക കേട്ടോ. അവണി സ്കൂളുമായി പൊരുത്തപ്പെട്ടോ? ആവണി ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുമായി പൊരുത്തപ്പെട്ടോ കേട്ടോ? പ്രശ്നമൊന്നുമില്ല, നല്ല തന്നെ അല്ലേ? എന്താ സ്കൂളിനെ കുറിച്ച് അഭിപ്രായം? എഴുതാൻ കുറച്ച് മടിയുണ്ട് അല്ലേ? ഇല്ലേ? ഇല്ല, കുറച്ച് ഉഷാറാക്കണേ. ഓക്കെ, എന്താ എഡ്വിൻ? അൺമ്യൂട്ട് ആക്കണമെന്നില്ലേ? ആവുന്നില്ലടാ. എന്താണ് എഡ്വിൻ പറയാൻ പോയത്? എനിക്ക് അവിടുന്ന് അൺമ്യൂട്ട് ആക്കാൻ പറ്റുന്നില്ല. ഇതിനെ വാട്സപ്പിൽ അയച്ചു കേട്ടാ. വേർഡ് മീനിങ് ഒന്ന് വായിച്ചതേ, നോട്ടിലേക്ക് ഇന്ന് തന്നെ എഴുതണം. സമ്പന്ന, പ്രോസ്പെറസ്. ധനധാന്യ, വെൽത്ത്. ഹിന്ദി എഴുതുക, അതിന്റെ ഇംഗ്ലീഷ് മീനിങ് എഴുതുക. ദിനോദിൻ, ഡേ ബൈ ഡേ. രാജ്കാജ്, ഗവൺമെന്റ് അഫയേഴ്സ്. അനുഭവഹീൻ, ഇൻ എക്സ്പീരിയൻസ്. സഞ്ചാലൻ, എക്സ്ക്യൂഷൻ. രാജകോഷ്, ട്രഷറി. കർ, ടാക്സ്. പദ്, പോസ്റ്റ്. പ്രതീക്ഷ, പ്രസ്റ്റീജ്. ഏതും ഒന്ന് എഴുതിയാൽ മതി. അമൂല്യ, റെസിലസ്. അചേത്, അൺകോൺഷ്യസ്. മണിയോ, ജെം സ്റ്റോൺസ്.
ഇത്രയും വേർഡ് മീനിങ്. അതുപോലെ സമാനാർത്ഥി ശബ്ദം പര്യായ പദം എന്നാണ് അർത്ഥം. രാജ, നരേഷ്, ഭൂപതി. മിസ് വായിക്കുമ്പോ ഒന്നും വായിച്ചു നോക്കണേ. ലക്ഷ്മി, കമല, ചഞ്ചല. സമ്പന്നൻ, സുഖി, സമൃദ്ധ. ലഹർ, തരംഗ്, ലഹരി. അഹങ്കാരി, അഭിമാനി, ഘമണ്ഡി. തട്, കിനാര, തീർ. ഇത്രയും പര്യായ പദങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതണം. മുഹാവരെ. ചൽ ബസ്ന എന്ന് പറഞ്ഞാൽ ഹിന്ദിയിലെ ഒരു പ്രയോഗമാണ്. അതിന്റെ ശരിയായ മീനിങ് എന്താണ്? മർജാന അല്ലെ മൃത്യു. അത് മരിക്കുക എന്നാണ് അർത്ഥം. ആംഖേൻ ഖുൽന, ഭ്രം ദൂർ ഹോ ജാന. ആംഖേൻ ഖുൽന അല്ലേ കണ്ണു തുറപ്പിക്കല്, നമ്മളെ ബോധം വരലില്ല. പറഞ്ഞോ ഹന്ന. മിസ്, ഈ മുഹാവര എന്ന് വെച്ചാൽ ശൈലി എന്നാ പറയുന്നത്, ഒരു പ്രയോഗം, ഹിന്ദിയിലെ ഒരു പ്രയോഗം. അതിൽ സെയിം വേറൊരു അർത്ഥം ഉണ്ടാവുക. ഇനി ഡിറ്റേഷൻ വേർഡ് നോക്കുക. കോപ്പി റൈറ്റിംഗിൽ എഴുതണം ബാക്കിയുള്ളവ. സമ്പന്ന്, ധനധാന്യ, സ്വാർത്ഥി, രവിവർമ്മൻ, അമാവാസ്യ, പ്രതിഷ്ഠ, പ്രാർത്ഥന, രാജലക്ഷ്മി, അനുഭവഹീൻ, പ്രതീക്ഷ. നേരത്തെ പറഞ്ഞ പ്രതിഷ്ഠയാണ്, ഇപ്പൊ പ്രതീക്ഷ. ഇത്രയുമാണ് എന്താ പറഞ്ഞത്? ശ്രുതലേഖ ഡിക്റ്റേഷൻ വേർഡ്. അതായത് നിങ്ങൾ കോപ്പറേറ്റിംഗ് എഴുതി കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവ നിങ്ങൾ എന്ത് ചെയ്യണം? റഫ് ബുക്കില് ഒന്ന് എഴുതി നോക്കണേ, എഴുതി പഠിക്കണം വാക്കുകൾ കേട്ടോ. ഡിക്റ്റേഷൻ വേർഡ് മിസ്, അത് കോപ്പി റൈറ്റിൽ എഴുതണ്ടേ? കോപ്പി റൈറ്റിംഗിൽ നിങ്ങൾക്ക് നോട്ട്ബുക്ക് അല്ലേ? കോപ്പി ബുക്ക് വേറെ ഉണ്ട്. അതിൽ ഏതൊക്കെ വാക്കുകളാണ് നിങ്ങൾ ഇനി എഴുതേണ്ടതെന്ന് അറിയോ? പേജ് ഒന്ന് എടുത്തു നോക്കാൻ പറ്റുമോ? മിസ്, കോപ്പി ബുക്കിൽ മിസ് പറയുന്നല്ലേ ഞങ്ങൾ എഴുതുന്നത് അല്ലേ? ലാസ്റ്റ് അതന്നെ പറഞ്ഞത്. അതിൽ 4 ലൈൻ കോപ്പിന്റെ നോട്ട്ബുക്ക് അല്ലേ? അല്ല 2 ലൈനോ? 2 ലൈൻ. ആ 2 ലൈൻ ആവണിക്കില്ലേ? എന്നാ ആവണി? കോപ്പി ഇല്ലേ നിന്റെ കയ്യിലേ? ഉണ്ട്. അപ്പൊ അതില് ഈ ഡിറ്റേഷൻ വാക്കുകൾ 2-3 എഴുതി വെക്കണം കേട്ടോ. അപ്പൊ അതൊരു പേജ് ആവുമല്ലോ. ഒരു പേജ് 2-3 വാക്കുകൾ എഴുതി പഠിക്കുക. ബാക്കിയുള്ളവ നിങ്ങൾ റഫ് ബുക്കിൽ എഴുതി പഠിക്കണം എന്ന് കേട്ടോ ലക്ഷ്മി പ്രിയ. ബാക്കിയുള്ളവ സമയം കിട്ടുമ്പോ ഫ്രീ കിട്ടുമ്പോ ഇങ്ങനെയുള്ള വാക്കുകളെല്ലാം എഴുതി പഠിക്കണം എന്ന്. ഓക്കെ. ഇനി ആൻസർ ദി ക്വസ്റ്റ്യൻ, ഓറൽ ക്വസ്റ്റ്യൻസ്. മിസ് ചോദിക്കേണ്ട ആൻസർ പറഞ്ഞാൽ മതി. രാജവർമ്മൻ കോൺസെ. ആരാണ് രാജവർമ്മൻ? രാജാവ്. കേരള കെ രാജ അല്ലേ? രാജവർമ്മൻ. രാജവർമ്മൻ അപ്പി പ്രജാക്കി ദേഖ്ഭാൽ കൈസെ. എങ്ങനെയാണ് തന്റെ പ്രജകളെ നോക്കിയിരുന്നത്? അപ്പിനെ സന്താൻ കെ സമാൻ അല്ലെ, തന്റെ മക്കളെ പോലെയായിരുന്നു നോക്കിയിരുന്നത്. രാജാക്കോ ദിൻരാത് കോൺസി ചിന്ത സദാ ദീദി. അദ്ദേഹത്തിന് രാവും പകലും എന്തായിരുന്നു ചിന്തയുണ്ടായിരുന്നത്? ആവണിന് ആരാ ശല്യം ചെയ്യുന്നത്? ഞാൻ മരിച്ചാല് ജനങ്ങൾ എന്ത് ചെയ്യും? ഞാൻ മരിച്ചാൽ ആരാണ് അടുത്ത ഭരണം ഏറ്റെടുക്കും അല്ലെ? അല്ലെങ്കിൽ എങ്ങനെ ആരാണ് ഭരിക്കുക? അതിന്റെ പ്രജകളുടെ അവസ്ഥ എന്താണ്? ഉൻകെ ബാദ് ഉൻകെ രാജ പ്രജാ കാ ക്യാ ഹോഗാ. രാജാ की मृत्यु के बाद राज्य की क्या स्थिति हुई? രാജാവിന്റെ മരണത്തിന് ശേഷം ആ രാജ്യത്തിൽ എന്താണ് സംഭവം ഉണ്ടായത്, സ്ഥിതി ഉണ്ടായത്? രാജാവിന്റെ മകനായ കൂട്ടുകാരെല്ലാം കൂട്ടി
धीरे धीरे രാജകോഷ് ഖാലി ഹോ ഗയേ മെല്ലെ മെല്ലെ രാജകൊട്ടാരത്തിലെ എന്താണ് പണവും സ്വത്തൊക്കെ ഇല്ലാതായി തീർന്നു. ഇനി ലിഖിത പ്രശ്നം റൈറ്റ് ആൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ഇതാണ് നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതേണ്ടത് ക്വസ്റ്റ്യനും ആൻസറും. പ്രജ രാജ രാജവർമ്മൻ കാ ആദർ ക്യോ കർത്തി थी. പ്രജകള് രാജാ രാജവർമ്മനെ എങ്ങനെയാണ് ആദരിച്ചിരുന്നത്? പ്രജകള് രാജാ രാജവർമ്മനെ എങ്ങനെയാണ് ആദരിച്ചിരുന്നത്? എന്തുകൊണ്ട് ആദരിക്കാനുള്ള കാരണം? പ്രജ അത് ഒന്ന് പ്രജ പരിശ്രമി ഈമാൻദാർ അല്ലേ? പ്രജ എന്താണ്? പരിശ്രമിയും ഈമാൻദാറും ആണ് അല്ലേ? അപ്പൊ അതിന്റെ ആൻസർ ഏതാണെന്നറിയോ? ദയാലു രാജ രാജവർമ്മൻ അപ്നി സന്താൻ കെ സമാൻ പ്രജാ കി ദേഖ്ഭാൽ കർത്തേ थे. ഫസ്റ്റ് പാരഗ്രാഫിലെ മൂന്നാമത്തെ ലൈൻ മാർക്ക് ചെയ്തോ. ഫസ്റ്റ് പാരഗ്രാഫിലെ മൂന്നാമത്തെ ലൈൻ ദയാലു രാജ രാജവർമ്മൻ അപ്നി സന്താൻ കെ സമാൻ പ്രജാ കി ദേഖ്ഭാൽ കർത്തേ थे. മാർക്ക് ചെയ്തോ. ഒന്നാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ അതാണ്. ഒന്ന് നമ്പർ ഇട്ടൊക്കെ. പേജ് നമ്പർ 5 പാരഗ്രാഫ് തുടങ്ങുന്ന ഫസ്റ്റ് പാഠം തുടങ്ങുന്നതിന് മൂന്നാമത്തെ ലൈൻ കണ്ടുപിടിക്ക് വേഗം പറയുമ്പോ. ദയാലു രാജ അത് തൊട്ട് ദേഖ്ഭാൽ കർത്തേ थे വരെ മാർക്ക് ചെയ്യും. ക്ലാസ് ഇപ്പൊ കട്ടാവും കേട്ടോ. सेकंड क्वेश्चन रविवर्मन कौन था? वह प्रजा के दुखों का कारण कैसे बन गया? रविवर्मन ആരായിരുന്നു? राजा का एक ही बेटा था രാജാവ്. അപ്പൊ രണ്ടാമത്തെ പാരഗ്രാഫിൽ ആദ്യം राजा का एक ही बेटा था रविवर्मन सेवकों के लाड प्यार ने उसे स्वार्थी और अहंकार बना दिया था. अത്ര വരെ. രണ്ടാമത്തെ പാരഗ്രാഫ് എവിടാ? ആ പിക്ചറിന് തൊട്ട് താഴെ ഫസ്റ്റ് പാരഗ്രാഫിൽ നമ്മളിപ്പം ആ പറഞ്ഞതിന്റെ കുറച്ച് താഴോട്ട് राजा का एक ही बेटा था रविवर्मन सेवकों के लाड प्यार ने उसे स्वार्थी और अहंकारी बना दिया था. അടുത്ത ക്ലാസ്സിലേക്ക് വരുമ്പോ എല്ലാവരും 5 പ്രാവശ്യം ടെക്സ്റ്റ് വായിച്ചു വരണേ. ഓക്കേ മിസ്. അടയാളപ്പെടുത്തിയോ? യെസ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ रविवर्मन को अपनी गलती का एहसास कब हुआ? नेक्स्ट पेज ले पेज नंबर 6 ले സെക്കൻഡ് പാരഗ്രാഫ്. അത് സെക്കൻഡ് പാരഗ്രാഫ് ആണ് പിക്ചറിന്റെ ഇടത് സൈഡിലായിട്ടുണ്ട്. തൊട്ടല്ലേ? അറബ് തൊട്ടല്ലേ? അല്ല അത് തൊട്ടല്ല. എഴുതേണ്ടത് ഇങ്ങനെയാണ്. രണ്ടാമത്തെ അത് തൊട്ട് താഴെ अब रविवर्मन ने मुसीबत से निकलने के लिए पिता के योग्य मंत्रियों को बुलावा भेजा. वे अपने अपमान से दुखी से इसलिए नहीं आए. അതുവരെ रविवर्मन में अदोटले. हाँ अब रविवर्मन ने मुसीबत से निकलने के लिए पिता के योग्य मंत्रियों को बुलावा भेजा. वे अपने अपमान से दुखी थे इसलिए नहीं आए. അതുവരെ മൂന്നാമത്തെ. ഈ 1, 2, 3 നിങ്ങൾ എഴുതി വെക്കേ കേട്ടോ. ഇപ്പൊ ക്ലാസ് കട്ടായി പോവും. ഈ 3 ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ എഴുതിയിട്ട് വേർഡ് മീനിങ്ങും ക്വസ്റ്റ്യൻ ആൻസറും അടുത്ത ക്ലാസ് ആകുമ്പോൾ പഠിച്ച് റെഡി ആവണേ.